ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചിരിക്കുന്നു. പടക്ക കച്ചവടക്കാരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, സ്ഫോടക വസ്തുക്കൾ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്ര ദൂരെ വെച്ചാണ് ഈ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ എവിടെയാണ് സൂക്ഷിക്കാറ്? അതായത് സ്മൃതി, വലിയൊരു സ്ഫോടനമാണ് കൊല്ലം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അനധികൃതമായി കച്ചവടം നടത്തിയ പടക്ക കച്ചവടക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പടക്കങ്ങളാണ് ഇപ്പോൾ എന്തായാലും സ്റ്റേഷന് പിറകുവശത്ത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇത് ഈ സ്റ്റേഷനിലെ തന്നെ പഴയ ക്വാർട്ടേഴ്സിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ ക്വാർട്ടേഴ്സ് നിന്ന് ഈ പടക്കങ്ങൾ ഇത് പൊളിക്കുന്നതിന് ഭാഗമായി ഈ പടക്കങ്ങൾ ഇവിടുന്ന് മാറ്റുകയും സ്റ്റേഷന് പുറകിലുള്ള പ്രദേശത്ത് മണ്ണിൽ കുഴിച്ചിടുകയുമായിരുന്നു. പിന്നീട് അമിതമായ ചൂടേറ്റത് മൂലമാണ് ഇത്തരത്തിൽ പടക്കങ്ങൾ ഇന്ന് രാവിലെ 10:45 പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. മറ്റു ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ പടക്കം സൂക്ഷിക്കാൻ മറ്റു ഇടങ്ങളില്ലാതെ വന്നതോടുകൂടിയാണ് മണ്ണിൽ ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ആയ പടക്കങ്ങൾ കുഴിച്ചിടാൻ പോലീസ് ഒരു തീരുമാനമെടുത്തത്. ആ പടക്കങ്ങളാണ് ഇപ്പോൾ കടക്കൽ സ്റ്റേഷന് പിറകിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ ആളപായമില്ല, ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ സ്റ്റേഷന് പുറത്തുള്ള ഈ പുറകു ഭാഗത്തെ ജനൽ ചില്ലകൾ ഉൾപ്പെടെ ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. ചില ചില്ലുകൾ തകർന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് കേടുപാടുകൾ ഇപ്പോഴില്ല, ആളപായവുമില്ല എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇനി ആരനുമതിച്ചിട്ടാണ്, ആരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പടക്കങ്ങൾ ഇങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടാൻ ഉൾപ്പെടെയുള്ള തീരുമാനമെടുത്തതെന്ന കാര്യത്തിൽ അന്വേഷണം വേണം. കാരണം ഇത്തരത്തിൽ പടക്കങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള സ്ഫോടക ശേഷിയുള്ള ഈ മരുന്നുകളും മറ്റും ഉണ്ടാകും. അമിതമായി വെയിലേറ്റാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എത്രമാത്രം പടക്കങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടു, അത് ആരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇത് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ റൂറൽ SP ഉൾപ്പെടെ അന്വേഷണം നടത്തിയത് ഒരു ഗൗരവകരമായ വിഷയമാണ്. എന്തായാലും ഈ അപകടത്തിൽ, വലിയ സ്ഫോടനത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ്, ആർക്കും പരിക്കേറ്റിട്ടില്ല.